something about it? Actually, Malabar Adukala super chef. It's a very mega cooking competition. ഭക്ഷണം എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. നിങ്ങൾക്ക് ഒരാളെ അറിയണമെങ്കിൽ അയാൾ കഴിക്കുന്ന അന്വേഷിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. കനവുകളും ഒരു പിടിക്കാവലായി വഴി തേടണം ഒരു അല്ലെങ്കിൽ വെരി ഗുഡ്, രണ്ട് അഭിപ്രായ ഭക്ഷണത്തെ കുറിച്ച് പറയാൻ പാടുള്ളൂ. അതാണ് ഒന്ന്, ഇറ്റ് ഈസ് ഗുഡ് അല്ലെങ്കിൽ പൊരിപ്പത്തിരി. മണിക്ക് എത്തേണ്ടതാണ്. ഈ ഹമുക്ക് ആദ്യം ലേറ്റ് ആക്കിയിട്ട് ഇപ്പോൾ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പരിപാടിയും കഴിഞ്ഞ് ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. എന്തായാലും നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ മെയിൻ ഇഷ്യൂ എന്താ അറിയോ, എൻ്റെ ഒരു ക്യാമറ ഇല്ല എന്നുള്ളതാണ്. അതാ ക്യാമറ ഇല്ലാത്ത പരിഭവം പറയാണ് പയ്യൻ. സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഒരു ക്യാമറ ഇവിടെയുള്ള നമ്മളെ പിന്നെ പ്രോഗ്രാമിന്റെ വൺ ഓഫ് ദി കോർഡിനേറ്റർ കോർഡിനേറ്റർ മോളാണ്. ജസ്റ്റ് പിന്നെ ആങ്കറാണ് ഈ ഇവന്റിന്റെ. Actually, Malabar Adukala super chef. It's a very mega cooking competition going around in 30 different places. It's going on even in Malaysia and different places around the globe. GCC, all around GCC, Kerala 4 places, and in India different places. So, and the winners of each place will be taken to Dubai, where there will be a live cooking competition. When it happen? It's gonna happen. Yeah, it will be there. It's not scheduled so far, so it will schedule so very soon. The grand finale will take place in Dubai. Yeah, that's great. Thank you. Yeah. കറി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ കറിൻ്റെ ഒരു ടേസ്റ്റ്. ബട്ടർ ചിക്കൻ ഇതൊക്കെ ഒരു വെറൈറ്റി. സെക്കൻഡ് പ്രൈസ് കിട്ടിയ ഐറ്റം ഇതാണ്. ഇതിന്റെ പേരെന്താ? ചിക്കൻ ചങ്കീസി. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ചിക്കൻ ചങ്കീസി എന്ന് പറഞ്ഞൊരു ഐറ്റം. ചിക്കൻ ചങ്കീസി. നെക്സ്റ്റ് നമ്പർ 7. എന്തായാലും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ കിട്ടുന്നുള്ളത്? ഇൻഷാ അല്ലാഹ്.
ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചപ്പാത്തി, പിന്നെ ബീഫ് ഫ്രൈ, അങ്ങനെ എല്ലാ ഐറ്റംസാണ് വാങ്ങിയിട്ട്. ഇവിടുത്തെ ജഡ്ജസ് അവരുടെ റിവ്യൂ നോക്കലാണ്, ഫുഡിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ടേസ്റ്റ്, ഇതിനൊക്കെ അനുസരിച്ച് പിന്നെ അവരുടെ ഫൈനൽ കണ്ടസ്റ്റന്റ് തീരുമാനിക്കും. അതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഭക്ഷണം ഒന്നും മോശമല്ല, നിങ്ങൾക്കറിയാം. വിശക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്ഷണവും മോശമല്ല, എല്ലാ ഭക്ഷണവും നല്ലതാണ്. നന്നായി ടെസ്റ്റ് ചെയ്തതിന് ശേഷം തന്നെയാണ് ഇത് ഫൈനൽ റിസൾട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇതിൽ ഒന്നാം സമ്മാനം അർഹയായ ആള് അവർക്കുള്ളത് 1 പവന്റെ ഗോൾഡ് കോയിനും ദുബായിലെ ഇതിന് ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകാനുള്ള ഒരു അവസരവും വിത്ത് ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെയാണ്. 300 മാർക്കായിരുന്നു ടോട്ടൽ. ഓരോ ആളുകളും 100, 100, 100 എന്ന 3 ജഡ്ജസിന്റെ ലിസ്റ്റിൽ 300 മാർക്കിൽ നിന്ന് 196.5 മാർക്ക് നേടി 3ാം സമ്മാനത്തിന് അർഹയായിട്ടുള്ളത്, ഞാൻ ആ പേര് പറയാം, പേര് പറഞ്ഞോളൂ, സജ്ന ആസിഫ്. സമ്മാനം കൊടുക്കുന്നത് ഖദീജ കുബ്രയാണ്. അവർക്കുള്ള സമ്മാനം കൊടുക്കുന്നത് സ്റ്റില്ലോ ആസിഫ സുബ്ഹാൻ. സമ്മാനം കൊടുക്കുന്നത് ഫസ്ന സിറാജ്. പാർട്ടിസിപ്പേഷനും കിട്ടിയിരിക്കുന്നത് അടുക്കളയുടെ സമ്മാനം കൈമാറുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഹസ്ബൻഡോ മക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കടക്കാറാണ്. കയ്യടി പോരാട്ടോ, നിർത്താതെ കയ്യടിച്ചുകൊണ്ടിരിക്കണം. കാരണം അവര്